നമസ്കാരം, ഞാൻ അനൂപ് നിങ്ങളോട് പറയുന്നത് ചതയ നക്ഷത്രത്തെക്കുറിച്ചാണ്. ചതയ നക്ഷത്രം എന്ന് പറയുന്നത് സ്ത്രീ യോനിയാണ്. അതേ കണക്കിന് അസുരഗണമാണ്. ദേവത വരുണനാണ് ഈ നക്ഷത്രം. നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. രാശ്യാധിപൻ ആയ ശനി. അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാരിൽ കാണാം. നല്ല വിശേഷ ബുദ്ധി ഇവരിൽ പ്രത്യേകമായിട്ട് കാണാൻ കഴിയുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് പ്രത്യേകിച്ച് പഠന മേഖലയിൽ ഇവർ സ്വന്തമായിട്ടൊരു കഴിവ് തെളിയിക്കുന്ന ഒരു പ്രത്യേകത ഇവരിൽ കാണപ്പെടുന്നുണ്ട്. നല്ല അറിവും ശാസ്ത്ര വിഷയങ്ങളിലുള്ള താല്പര്യം ഇവരെ കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എളുപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ എളുപ്പ വഴികളിൽ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് എന്ന് വെച്ചാൽ മീൻസ് കുറുക്ക് വഴിയിലായാലും അവരത് സാധിച്ചെടുക്കാനുള്ളൊരു പ്രത്യേകതരമായ കഴിവ് ഇവരിൽ ഈ ചതയ നക്ഷത്രക്കാരിൽ കാണുന്നു. പിന്നെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു തീരെ ബഹളങ്ങളിൽ കാര്യങ്ങളും എന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നൊരു പ്രത്യേകതരമായ സ്വഭാവം ഇവരിൽ പൊതുവെ കാണപ്പെടുന്നു. ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇവരെ സഹായം അഭ്യർത്ഥിച്ച് വന്നാൽ ഇവർ അതിൻ്റെ അങ്ങേയറ്റം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവർ സഹായിക്കാൻ തുനിയുന്നൊരു സ്വഭാവം, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് കൂട്ടുകാർക്കൊക്കെ ആയാലോ അല്ല എന്തെങ്കിലും തരത്തിൽ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാത്തിൻ്റെയും ശരിയും തെറ്റും മനസ്സിലാക്കി ചെയ്യുന്നൊരു പ്രത്യേകത, ഇവർക്ക് എന്ത് ചെയ്യുന്നതിന് ശരിയും തെറ്റും മനസ്സിലാക്കുന്നൊരു പ്രത്യേകതയും കാണപ്പെടുന്നുണ്ട്. അപ്പം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളുണ്ടെങ്കിലും ലഗ്നാധിപൻ്റെയും രാശ്യാധിപൻ്റെയും ഒക്കെ ബലവും കൂടെ അടിസ്ഥാനപ്പെടുത്തി ഇവരുടെ യോഗങ്ങളിലും ഫലങ്ങളിലും വ്യത്യാസം വരാം. അപ്പം അത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഫലങ്ങൾ. ശനിഷ്ഠ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ അധികമായ ഫലങ്ങളുണ്ടാവും. അപ്പം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കുംഭൻ രാശിയുടെ 2ാം ഭാവത്തിൽ മീനൻ രാശിയിലാണ് ശനി ഗോചരവശാൽ നിൽക്കുന്നത്. പൊതുവെ 7.5 ശനി കാലമാണ്, ദോഷം കാലഘട്ടമാണ്. കുടുംബ സംബന്ധമായിട്ടും മതസംബന്ധമായിട്ടൊക്കെയുള്ള ചിലവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാം. അതിനൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവാനുള്ള കൂടുതൽ സാഹചര്യങ്ങളുണ്ടാവും. വ്യാഴൻ്റെ 5ാം സ്ഥിതി അനുസരിച്ച് ഈശ്വരാധീനം, ക്ഷേത്രദർശനമൊക്കെ കൂടുതലായിട്ട് ഈ സമയങ്ങളിൽ ഇവർക്ക് ചെയ്യാൻ തോന്നും. അതുകൊണ്ടൊക്കെ തന്നെ ചൊവ്വ ലഗ്നാൽ നിൽക്കുന്നത് കൊണ്ട് മുറിവോ ചതവോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇവരെ ഇപ്പം അലട്ടാം. എന്നാൽ പൊതുവെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക, ശനി ശാസ്താവിന് വഴിപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും. എള്ളുപായസം, നീലാഞ്ജനം, അതിനൊക്കെ തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശാസ്താവിന് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. തുടർച്ചയായിട്ട് ശനിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവകളുള്ള വഴിപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും. മഹാവിഷ്ണു ക്ഷേത്രത്തിലും പാൽപ്പായസം പോലുള്ള വഴിപാടുകൾ നടത്തി ദോഷശാന്തി വരുത്തുന്നതാണ്. പിന്നെ കഴിയുന്നത് കുടുംബാമ്പലത്തിലൊക്കെ പോവുക, പ്രാർത്ഥിക്കുക. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ചെറിയ രീതിയിൽ ജോലി കഴിഞ്ഞ സമയത്ത് ആണിത് പറയുന്നത്. അപ്പം അതിൻ്റേതായ ന്യൂനതകൾ കാണാം. എന്തായാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരുടെയും അഭിപ്രായങ്ങളും പറയണം.